ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അമീസ് വ്ലോഗ്. ഓക്കെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി ഷേക്ക് വിത്ത് കപ്പലണ്ടി. ഗൈസ്, നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല് ഇതാ, പഴം വേണം, ഒരു പഴം മതി. പിന്നെന്താ വേണ്ടത്? കടല, കപ്പലണ്ടി. കാണുന്നുണ്ടോ? കാണുന്നില്ല? ഇതാ കപ്പലണ്ടി വേണം. യെസ്, അത് സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഉണ്ട്. എന്താണ് സീക്രട്ട് ഇൻഗ്രീഡിയന്റ്? കാണിക്കൂ. ബബ്ലി. പിന്നെ നമുക്ക് പിന്നെന്തൊക്കെ വേണം? പാല് വേണം കേട്ടോ, പാല് വേണം. നമുക്ക് വേണ്ട മിൽക്ക്. അങ്ങനെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് സ്ട്രോബെറി ഐസ്ക്രീം വെച്ചിട്ടാണ്. പിസ്താൻ്റെ ഫ്ലേവർ ഉണ്ട്, പക്ഷെ ഇന്ന് ഉണ്ടാക്കുന്നത് സ്ട്രോബെറി മാത്രമാണ്. ഇതാണ് കേട്ടോ ക്യാമറയുടെ ഐസ്ക്രീമാണ്. നല്ല ടേസ്റ്റ് ഓക്കെ, അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഇത് മുഴുവൻ നമ്മൾ ഒരു പാത്രത്തിൽ നിന്ന് ഒരു പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അത്രയും മതി. ഇനി നമുക്ക് നേരെ എന്താണ് എന്തിലോട്ടാ പോണത്? ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കാന്ന് ഞങ്ങൾ കാണിച്ചാൽ. എന്താണ് അമ്മണി ഓൾറെഡി കുടിച്ചതാണ്. ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ കാണിക്കുക. നല്ല കടല, കറുത്ത പഴം, പിന്നെ 2 ഏലക്കായ, 4 ഏലക്കായ ഉണ്ടായിരുന്നു, 2 എണ്ണത്തെ മതി. മിൽക്ക്, ബൂസ്റ്റ്, ഹോർലിക്സ്, ഐസ്ക്രീം, ഡയറി മിൽക്ക്, ബബ്ലി കേട്ടോ ഐസ്ക്രീം. അങ്ങനെ ഐസ്ക്രീം ഇതാണ് കേട്ടോ എടുത്തത്. ഇനി നമ്മൾ ഒരു പഴം എടുക്കുന്നുള്ളൂ. ഒരുപാട് പഴമായി കഴിഞ്ഞാൽ ലാസ്റ്റ് പഴത്തിൻ്റെ ഷേക്കായി പോവും. നമ്മളിത് മിക്സഡ് ഷേക്കാണ്. പഴം ഇതിൻ്റെ പേര് ഞങ്ങൾ ഒന്നുകൂടെ പുതുക്കുന്നതായിരിക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഓക്കെ, ഇവര് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് വേറെ പല കാര്യത്തിലോട്ടുമാണ്. ഞാൻ മാത്രമേ ഇവിടെ കുറച്ച് സീരിയസ് ആയിട്ട് ഇത് ഉണ്ടാക്കുന്നുള്ളൂ. പഴം ഇതിലേക്ക് ഇട്ടു. ദെൻ നമ്മൾ പഞ്ചസാര ഇതിലോട്ട് ഇടും. ഒരു സ്പൂണ് പഞ്ചസാര മതിയാവും, കാരണം എന്താണ് ഐസ്ക്രീം ഇട്ടിക്കണല്ലോ. നമ്മൾ ഈ മാറ്റി വെച്ച ഐസ്ക്രീം ഇതിലോട്ടിടാൻ പോവുകയാണ്. ഒരുപാട് ഐസ്ക്രീം ഇടരുത്, കുറച്ച് ഒരു ടേസ്റ്റിന്, ആ സ്ട്രോബെറീൻ്റെ ഫ്ലേവറിനാണ് കേട്ടോ നമ്മളിത് ഇടുന്നത്. കുറച്ച് പാലൊഴിക്കുക കേട്ടോ. ഇത് ഓൾറെഡി തണുപ്പിച്ച് വെച്ച പാലാണ്, കുറച്ച് മതി. ഇവിടെ ഒരു യുദ്ധമാണ് ഗൈസ്. ചേച്ചി പൊളിച്ചരാം. ഓക്കെ, ഞാൻ പൊളിച്ചരാം. ഗൈസ്, ഇതാണ് ബബ്ലി. എല്ലാവർക്കും അറിയാലോ, സൂപ്പറാണ്. ഇത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് അതിലോട്ട് ഒഴിക്കുക ചെയ്യുന്നത്. ഇതിപ്പം തണുത്തതൊക്കെ കൂടെ എന്തോ ആയിട്ടുണ്ടാവും. എല്ലാവർക്കും ഒരു കഷ്ണം തരാം. ഓക്കെ, സമാധാനം ചെയ്തിരി. അതാണോ ഇനി ഇതിവിടെ വെച്ചാൽ ഇതിപ്പോൾ തീരും. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. ഈ ചോക്ലേറ്റ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഡബിൾ ബോയിൽ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ നേരെ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതിൽ ബബിളിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് വാമായിട്ടുള്ള മിൽക്ക് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ മിക്സ് ചെയ്ത് ഓക്കെ, അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇതിലോട്ട് നമ്മൾ കുറച്ചൊരു കടല ഇടുന്നുണ്ട് കേട്ടോ, കുറച്ച് ജസ്റ്റ് ഒന്ന് കടിക്കാനാണ്. ബാക്കി മേലെ നമ്മൾ വേറെ ഡെക്കറേഷൻ ചെയ്യും. കുറച്ച് കടല എടുത്തിട്ടു, പിന്നെ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി, കുറച്ച് ബൂസ്റ്റ് പൊടി ഇട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു പീസ് ചോക്ലേറ്റും കൂടെ ഇടുന്നുണ്ടോ. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് അടിച്ചെടുത്ത് ഞങ്ങൾ പിടിച്ചോളി, എല്ലാരും പിടിച്ചോളി. നമ്മള് അടിച്ചെടുത്ത് വരാം ഗായ്സ്. ഞാൻ പോട്ടെ.
ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ അടിച്ചു വന്നിരിക്കുന്നു. ഞാൻ അടിച്ചു വന്നിരിക്കില്ല, ഞാൻ ഇതടിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ സ്മെൽ നല്ല സ്മെല്ല്, നല്ല കടലേന്റെയും നല്ല ചോക്ലേറ്റിന്റെയും നല്ല സ്ട്രോബെറി സ്ട്രോബെറി ഐസ്ക്രീമിന് വാനില എസൻസ് എല്ലാം ഉണ്ടാകും. എന്ത് സ്വഭാവമാണ് ഞങ്ങളെ കൂടെ ഇങ്ങനെ എനിക്ക് മറ്റേക്ക് കുടിക്കാണ് ഗൈസ്. കേട്ടോ പൊള്ളി. നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. ഒരു ഗ്ലാസ് എടുക്കുക. ഒരു ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് പിടി. നമ്മൾ ഇനി ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ചോക്ലേറ്റ് അങ്ങോട്ട് എടുക്കുക. കണ്ടോ, ഇനി അത് ഇങ്ങനെ നമ്മൾ ബേക്കറിയിലൊക്കെ ചെയ്യൂലേ, റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യണ പോലെ ഇത് കാണിക്ക് മുന്നിക്ക് അങ്ങോട്ട് വെക്ക്. എളുപ്പപ്പണിയാട്ടോ ഇത്. ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് തിരിക്കുക. അങ്ങനെ തിരിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, എന്നാലും എന്നെപ്പോലെ എക്സ്പേർട്ടായിട്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ. കേട്ടോ ഇതുപോലെ. ഓക്കെ, ഇതുപോലെ നല്ല പെർഫെക്ഷനോടുകൂടെ ചെയ്യണം. ഇനി നമുക്ക് ജ്യൂസ് ഒഴിക്കാം. ജ്യൂസ് അല്ല ഷേക്ക് കിട്ടും. കഴിക്കാം ഗൈസ്. കാണുന്നുണ്ടല്ലോ അല്ലേ? അയ്യോ, പഴമൊക്കെ വീഴുന്നുണ്ട് ഗൈസ്. അയ്യോ, ഇത് കുറേ ഉണ്ട്, ഇനിയും ഇതിൽ കുറേ ഉണ്ട്. എന്നാ താങ്ക്സ്. ഞങ്ങൾ ഒക്കെ കൂടെ എല്ലാതും കൂടെ ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ കഴിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നുണ്ട് ഒക്കെ ഉണ്ട്. സംഭവം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഞങ്ങൾ ഇനി എന്താ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചിട്ട് വരാം കേട്ടോ. അരമണിക്കൂർ പറഞ്ഞപ്പോൾ വരെ കിളി പോയിന്, പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഹാഫ് ആൻ അവർ ഇത് വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഫ്രീസ് ആയിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അല്ല സൂപ്പർ ആട്ടോ. വരിയമ്മ. അപ്പൊ ഞങ്ങളെല്ലാരും കുടിച്ചിട്ട് വരാം. എന്തായാലും ഇത് ഉണ്ടാക്കണം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ബബിളി ഒന്നും ഇടണമെന്നില്ല, ചെറിയൊരു ഡയറി മിൽക്കിന്റെ കഷ്ണൊക്കെ ആയാൽ മതി. അപ്പൊ ഞങ്ങൾ തിന്നിട്ട് വരാം ഗായ്സ്.